Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫുട്ബോൾ കളിക്കാരനും പയ്യന്നൂർ കോളേജ് ഫുട്ബോൾ ടീം മുൻ ഗോൾ കീപ്പറുമായിരുന്ന തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ കാര്യത്ത് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവം. വധശ്രമത്തിന് 3 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരി 8 മുതൽ 11 വരെ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടകർ. മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഈ മാസം 31 നടക്കും. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി ജയരാജൻ നിർവഹിച്ചു. എല്ലാ കിടപ്പ് രോഗികൾക്കും ഫിസിയോതെറാപ്പി സൗകര്യം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് IRPC എന്നും പി ജയരാജൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നിന്നും ജന്മദിന സന്ദേശയാത്ര DCC സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഫുട്ബോൾ കളിക്കാരനും പയ്യന്നൂർ കോളേജ് ഫുട്ബോൾ ടീം മുൻ ഗോൾ കീപ്പറുമായിരുന്ന തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ കാര്യത്ത് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവം. വധശ്രമത്തിന് 3 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. ഫുട്ബോൾ താരവും പയ്യന്നൂർ കോളേജ് ഫുട്ബോൾ ടീമിലെ മുൻ ഗോൾ കീപ്പറുമായിരുന്ന തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ കാര്യത്ത് അഭിജിത്തിനെ കഴിഞ്ഞ 26-ന് പുലർച്ചെ 2:45-ഓടെയാണ് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിന് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ വധശ്രമത്തിന് 3 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊയോങ്കരയിലെ കെ ധനേഷ്, കെ ജയൻ, എടാട്ടുമലിലെ ഉല്ലാസ് എന്ന നിഖിൽ എന്നിവരെയാണ് സ്റ്റേഷൻ പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ് അറസ്റ്റ് ചെയ്തത്. ട്രെയിൻ തട്ടി മരിച്ച അഭിജിത്തിന്റെ സുഹൃത്ത് കൊയോങ്കരയിലെ നാരോത്ത് വീട്ടിൽ ജീവസ് ചന്ദ്രന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് വധശ്രമത്തിന് കേസെടുത്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ക്രിസ്മസ് രാത്രിയിൽ 9 മണിയോടെ കൊയോങ്കര ഗ്രൗണ്ടിൽ സൈക്കിൾ അഭ്യാസ പ്രകടനം കാണാനെത്തിയ അഭിജിത്തിനെ ഒരു സംഘം മർദ്ദിച്ച സംഭവമുണ്ടായിരുന്നു. പരിക്കേറ്റ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വീട്ടിലെത്തിയെങ്കിലും പിന്നീട് കാണാതായ അഭിജിത്തിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം തീവണ്ടി തട്ടിയതാണെന്ന് വ്യക്തമായിരുന്നുവെങ്കിലും സംഭവത്തിന് മുമ്പ് യുവാവ് മർദ്ദനത്തിനിരയായതാണ് മരണത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കൊയോങ്കരയിലെ കാര്യത്ത് ജനാർദ്ദനന്റെയും ചന്ദ്രമതിയുടെയും മകനായ അഭിജിത്തിന്റെ ഏക സഹോദരി സാന്ദ്രയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IRPC സോണൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം IRPC ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു. കിടപ്പ് രോഗികൾക്ക് ഫിസിയോതെറാപ്പി സൗകര്യം ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് IRPC ഇനി നടപ്പിലാക്കേണ്ടതെന്ന് പി ജയരാജൻ പറഞ്ഞു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിക്കായി ഒരുക്കിയ പുതിയ ഓഫീസ് IRPC ഉപദേശക സമിതി ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് സമീപത്തായാണ് ഓഫീസ് തയ്യാറാക്കിയത്. വിവിധ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലായ രോഗികൾക്ക് ഫിസിയോതെറാപ്പി സൗകര്യമാണ് ഇനി ചെയ്തു നൽകേണ്ടതെന്ന് പി ജയരാജൻ പറഞ്ഞു. വീടുകളിൽ കിടപ്പ് രോഗികളിൽ പല തരം രോഗങ്ങൾക്ക് അടിപ്പെട്ടവരുണ്ട്. ക്യാൻസർ അതുപോലെയുള്ള മാരകമായിട്ട് രോഗങ്ങൾക്ക് അടിപ്പെട്ടവരുണ്ട്. അപകടങ്ങളിൽ പരിക്കേറ്റവരുണ്ട്. പക്ഷാഘാതം പിടിപെട്ടവരുണ്ട്. അപ്പം അത്തരം രോഗികളിൽ നമുക്കിനി ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിചരണം, ചിലർക്ക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാകും. അപ്പോൾ ആ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് നമുക്ക് നൽകാനുള്ള സംവിധാനം വീടുകളിലെത്തിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെത്തിയോ നൽകുന്നതിന് വേണ്ടിയുള്ളൂ.
സൗകര്യം നമുക്ക് ഏർപ്പെടുത്താൻ കഴിയണം. വീടുകളിൽ നേരിട്ടെത്തിയോ പ്രത്യേക കേന്ദ്രങ്ങൾ വഴിയോ ഇതിനുള്ള സൗകര്യം ഒരുക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ IRPC ചെയർമാൻ ഡോക്ടർ M. ഹരിദാസ് അധ്യക്ഷനായി. TI മധുസൂദനൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. നേതാക്കളായ C. കൃഷ്ണൻ, V. നാരായണൻ, P. സന്തോഷ്, PV ലക്ഷ്മണൻ, V. കുഞ്ഞികൃഷ്ണൻ, KV മുഹമ്മദ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തോടനുബന്ധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉളിയത്തുകടവിൽ നിന്നും ജന്മദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി MK രാജൻ K. ജയരാജന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഉളിയത്തുകടവിൽ നിന്നും ഗാന്ധി പാർക്കിലേക്ക് ജന്മദിന സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി MK രാജൻ K. ജയരാജന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ജന്മദിന സന്ദേശയാത്രയാണ് ഈ വാഹനത്തിന് പിറകിലായി ഇതുവഴി കടന്നു വരുന്നത്. ഇതിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമ്പോൾ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങളുമായി അപ്രതിരോധം തീർക്കുന്നതിനായി പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിനായി ഫാസിസ്റ്റ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ അധ്യക്ഷൻ ശ്രീ K. ജയരാജ് നയിക്കുന്ന ഉജ്ജ്വലമായ ജന്മദിന സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നു വരുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജന്മദിനമാണ് ഇന്ന് നമ്മളവിടെ ആഘോഷിക്കുന്നത്. രാവിലെ മുതൽ ഈ ജാഥ പുറപ്പെടുന്ന ഈ പ്രദേശം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പ്രദേശമാണ് ഉളിയത്തുകടവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഏടുകൾ എഴുതി ചേർത്ത സുപ്രധാനമായ ഒരു സ്ഥലമാണ് പയ്യന്നൂർ. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ A. രൂപേഷ്, KP മോഹനൻ എന്നിവർ സംസാരിച്ചു. ഗാന്ധി പാർക്കിൽ നടന്ന സമാപന സമ്മേളനം DCC സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജയരാജ് അധ്യക്ഷനായി. നേതാക്കളായ M. നാരായണൻകുട്ടി, P. ലളിത ടീച്ചർ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, M. പ്രദീപ് കുമാർ, P. ശശിധരൻ, അത്തായി പത്മിനി, EP ശ്യാമള, പിലാക്കൽ അശോകൻ, KT ഹരീഷ്, പ്രശാന്ത് കോറോം, VV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാമത് സ്ഥാപക ദിനാഘോഷം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനാഘോഷം പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി മന്ദിരത്തിൽ നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് K. ജയരാജ് പതാക ഉയർത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് M. നാരായണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ A. രൂപേഷ്, KT ഹരീഷ്, പ്രശാന്ത് കോറോം, P. പത്മനാഭൻ, സുരേഷ് കാനായി, EP ബാലകൃഷ്ണൻ, ME ദാമോദരൻ നമ്പൂതിരി, KV ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരി 8 മുതൽ 11 വരെ നടക്കും. പെരുങ്കളിയാട്ടത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഈ മാസം 31 നടക്കും. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ 15 വർഷങ്ങൾക്ക് ശേഷം 2024 ജനുവരി 8 മുതൽ 11 വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കും. വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളാണ് പെരുങ്കളിയാട്ടത്തിന്റെ മുന്നൊരുക്കങ്ങളായി നടന്നുവരുന്നത്. 4 ദിവസങ്ങളിലായി 6 നേരം 4 ലക്ഷം പേർക്ക് അന്നദാനം നൽകാൻ ആകും എന്നാണ് ക്ഷേത്രം കമ്മിറ്റിയുടെ പ്രതീക്ഷ. പെരുങ്കളിയാട്ടത്തിന്റെ അവസാന ദിവസം 1 ലക്ഷം പേർക്ക് അന്നപ്രസാദം നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഒരേ സമയം 5000 പേർക്ക് അന്നദാനം നൽകാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ കിഴക്കായാണ് ഭക്ഷണപ്പന്തൽ ഒരുക്കിയത്. കന്നിക്കലവറയും 4 പന്തലും തയ്യാറായി. സുഗമമായ ഗതാഗതത്തിനായി 10ഓളം സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യം തയ്യാറാക്കും. ശുദ്ധമായ കുടിവെള്ള വിതരണവും ഒരുക്കും. സാംസ്കാരിക പരിപാടികൾക്കായി 3 വേദികളാണ് തയ്യാറാക്കിയത്. കളിയാട്ടത്തിന്റെ സുപ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഡിസംബർ 31 നടക്കും. കളിയാട്ട പീഠം നിർമ്മിക്കുന്നതിനായി ക്ഷേത്രത്തിന് അടുത്തുള്ള പ്ലാവിന് കുറിയിടൽ ചടങ്ങും അനുബന്ധമായി നടക്കും.
10,000-ത്തിലധികം ആൾക്കാർക്ക് അന്നേ ദിവസം അന്നദാനവും നൽകും. 2024 ജനുവരി 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ, MLA മാർ, മുൻ പ്രതിപക്ഷ നേതാവ്, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനം നടക്കും. ജനുവരി 8 രാവിലെ 9 മണിക്ക് രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടപ്പിലും പകരുന്നതോടെ പെരുങ്കളിയാട്ടത്തിന് തുടക്കമാകും. പെരുങ്കളിയാട്ടം ചെയർമാൻ KK രാമകൃഷ്ണ പൊതുവാൾ, വർക്കിംഗ് ചെയർമാൻ PP ദാമോദരൻ, ജനറൽ കൺവീനർ TV ബാലകൃഷ്ണൻ, കൺവീനർമാരായ VV ജനാർദ്ദനൻ, K കൃഷ്ണൻ മാസ്റ്റർ, K രമേശൻ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TK വേണുഗോപാലൻ മാസ്റ്റർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PV സുരേന്ദ്രൻ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ K പത്മനാഭൻ, ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ KV ബാലകൃഷ്ണൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ KV സുരേന്ദ്രൻ, അടിയന്തര കമ്മിറ്റി കൺവീനർ MB സുരേന്ദ്രൻ, പബ്ലിസിറ്റി കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം MK ശാന്തകുമാർ, മീഡിയ കമ്മിറ്റി കൺവീനർ സുബിൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലാമേള വർണ്ണത്തുമ്പികൾ പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളിലെ സർഗവാസനകൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭിന്നശേഷി കലാമേള സംഘടിപ്പിക്കുന്നത്. മാടായി ബഡ്സ് സ്കൂളിലെ കുട്ടികളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി മത്സരം നടന്നു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനോടനുബന്ധിച്ച് തുടങ്ങിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, അതുപോലെ തന്നെ അവരുടെ തൊഴിൽപരമായ നൈപുണ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൊക്കേഷണറി ക്ലാസുകൾ സജ്ജീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത്. ചടങ്ങിൽ പ്രവാസി വ്യവസായി MKP മൊയ്തുവിനെ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ക്ഷേമത്തിനായി നടത്തുന്ന ഇത്തരം പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് MKP മൊയ്തു പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ധനലക്ഷ്മി അധ്യക്ഷയായി. PK പ്രേമൻ, MB കുഞ്ഞിക്കാതിരി, SKP വഹീദ, റഷീദ ഒടിയിൽ, P ജനാർദ്ദനൻ, A മുനീർ, ജമീല ടീച്ചർ, K ബീന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന ആകർഷണമായ അടക്കാത്തൂണുകൾ ഒരുങ്ങി. 22,000-ഓളം പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ അടക്കാത്തൂണുകൾ ഒരുക്കിയിരിക്കുന്നത്. കളിയാട്ടത്തിന് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രം. ധനു 10 മുതൽ 14 വരെ നടക്കുന്ന കളിയാട്ടത്തിന്റെ 2ാം നാൾ മുതലാണ് അടക്കാത്തൂൺ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൗതുകമാകുക. 22,000-ഓളം പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ അടക്കാത്തൂണുകൾ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ പ്രകൃതിദത്ത പൂക്കളായ ചെക്കിപ്പൂവ്, എരിക്കിൻ പൂവ്, ചെമ്പകപ്പൂവ് എന്നിവ കൊണ്ടും ക്ഷേത്രം അലങ്കരിച്ചിട്ടുണ്ട്. അടയ്ക്കാക്കുലകളും തേങ്ങ, ചക്ക, മാങ്ങ എന്നീ ഫലങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും കളിയാട്ടത്തിന്റെ പ്രധാന ഘടകമാണ്. ഊർപ്പഴശ്ശി ദേവൻ, വേട്ടക്കുരുമകൻ ഈശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദൈവക്കുലങ്ങൾ. ഉത്സവം ഈ മാസം 30-ന് സമാപിക്കും. സമാപന ദിവസം ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും. വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് താവൂരിയാട് എന്ന് പറയാനുള്ള കാരണം, തികച്ചും പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് മാത്രം അലങ്കാരങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം. ഏതാണ്ട് 22,000-ഓളം പഴുത്ത അടക്കകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്ര മുറ്റം, തൂണുകളായാലും മാടമായാലും ഒക്കെ തന്നെ അലങ്കരിക്കുന്നത് പഴുത്ത അടക്കകളാണ്. അതേപോലെ തന്നെ തികച്ചും പ്രകൃതിദത്തമായ പൂക്കൾ, ചെക്കിപ്പൂവായാലും എരിക്കിൻ പൂവായാലും അതുപോലുള്ള ചെമ്പകപ്പൂവായാലും ഒക്കെ തന്നെ ശേഖരിച്ചുകൊണ്ടാണ് മറ്റ് അലങ്കാരങ്ങളൊക്കെ നടത്തുന്നത്. കൂടാതെ അടക്കകൾ കൂടാതെ തേങ്ങ, അതുപോലെ ചക്ക, മാങ്ങ തുടങ്ങിയിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അലങ്കരിച്ച് വൃത്തിയാക്കുന്നത്. അത് നമ്മുടെ ഈ ചെറുപ്പക്കാർ, ബാല്യക്കാർ ഈ ഇന്നത്തെ ദിവസം 12-ാം തീയതി രാവിലെ തുടങ്ങി വൈകുന്നേരത്തിനുള്ളിൽ ഈ ക്ഷേത്രം അങ്കണം മുഴുവനും മനോഹരമായിട്ട് മാറ്റാൻ അവർക്കൊണ്ട് സാധിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139-ാം ജന്മദിനം കോറോം നോർത്തിൽ ആഘോഷിച്ചു. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139-ാം
സ്ഥാപക ദിനാഘോഷ പരിപാടികൾ കോറം നോർത്തിൽ നടന്നു. DCC നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. VC നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. NV രഘുനാഥ്, അഡ്വക്കേറ്റ് മുരളി പള്ളത്ത്, ശങ്കരൻ മണിയറ, T പുഷ്പ, കച്ചേരി രമേശൻ, K പ്രേമൻ, ഗോകുൽ ഗോപി, രജിത് കുമാർ, P മോഹൻദാസ്, P അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പതാക ഉയർത്തിയും പുഷ്പാർച്ചന നടത്തിയും കേക്ക് മുറിച്ചും ആഘോഷ പരിപാടികൾ നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സ്നേഹാരാമം തീർത്ത് പെരിയാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. പയ്യന്നൂർ നഗരസഭയുടെ സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായി പെരുമ്പ ഹൈവേ ബസ്വേ ജംഗ്ഷനിലും കോറോം റോഡിലുമാണ് സ്നേഹാരാമം തീർക്കുന്നത്. നഗരസഭയിലെ 12 പൊതു ഇടങ്ങളിലാണ് സ്നേഹാരാമം ഒരുക്കുന്നത്. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹാരാമങ്ങളും ജനുവരി 1 നഗരസഭയ്ക്ക് കൈമാറും. പെരുമ്പിയിലെ സ്നേഹാരാമം പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് JCI പെരുമ്പിയുടെ സഹകരണത്തോടെ NSS വളണ്ടിയർമാർ സ്ഥാപിക്കുന്ന ബോട്ടിൽ ബൂത്ത് പ്രസിഡന്റ് V സുധീഷിൽ നിന്ന് ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. KKN പരിയാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K അനിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ AV മധുസൂദനൻ പദ്ധതി വിശദീകരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ C ഷീന, കുര്യൻ മാത്യു, T പ്രകാശൻ, P ജയ, P ലീല, JCI സ്ഥാപക പ്രസിഡന്റ് അബു സാലി, മഹറൂഫ് ഇസ്മാലി, സജിത്ത് പെരുമ്പ, റഫീഖ് നാസ്, നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K രേഖ, അനീഷ് ലാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് പച്ചത്തേങ്ങ സംഭരണത്തിന് തുടക്കമായി. അനുബന്ധമായി വിവിധ പരിപാടികളും നടന്നു. TI മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചത്തേങ്ങ സംഭരണത്തിന് തുടക്കമായി. കേരഫെഡാണ് ബാങ്കിനെ പച്ചത്തേങ്ങ സംഭരണ ഏജന്റായി തെരഞ്ഞെടുത്തത്. പരിപാടിയുടെ ഉദ്ഘാടനം ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ TI മധുസൂദനൻ MLA നിർവഹിച്ചു. അതിൻ്റെ ഒരു കൃഷിക്കാർക്ക് ഏറ്റവും ഗുണകരമാവുന്ന നിലയിലുള്ള ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. കാർഷിക മേഖല ഗൗരവതരമായ വിഷമതകൾ അനുഭവിച്ചു വരുന്ന ഒരു ഘട്ടമാണ്. പലതും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിഷയങ്ങളാണ്. തേങ്ങയുടെ തറവില സംബന്ധിച്ച് ഇന്ന് ചില പത്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് എന്തോ വർദ്ധിപ്പിക്കുന്നുള്ള മട്ടിൽ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ആദ്യ സംഭരണത്തിൽ പച്ചത്തേങ്ങ ഏറ്റുവാങ്ങി. ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഉദ്ഘാടനം, ISO അംഗീകാരം ഏറ്റുവാങ്ങൽ ചടങ്ങും അനുബന്ധമായി നടന്നു. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK സൈബുന്നീസ മൊബൈൽ ആപ്പ് ഉദ്ഘാടനവും ISO അംഗീകാരം ഏറ്റുവാങ്ങലും നിർവഹിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് K നാരായണൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ AN അനുഷ പദ്ധതി വിശദീകരിച്ചു. ബാങ്ക് സെക്രട്ടറി K ദിനേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TV നാരായണൻ മാസ്റ്റർ, K അജിത, P ഗംഗാധരൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, K കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, AK ഗിരീഷ് കുമാർ, KV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരിവെള്ളൂർ വടക്കുംപാട് കാർഷിക നഴ്സറിയിലാണ് പച്ചത്തേങ്ങ സംഭരണം നടത്തുക. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് സംഭരണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. 7ാം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സിനിമാ നടൻ സുബീഷ് സുധി ഉദ്ഘാടനം നിർവഹിച്ചു. 7ാം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ നടക്കുന്ന 7ാം ഫെസ്റ്റിന്റെ ഭാഗമായി ദിവസേന വിവിധ കലാ സാംസ്കാരിക പരിപാടികളാണ് നടക്കുന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സിനിമാ നടൻ സുബീഷ് സുധി ഉദ്ഘാടനം ചെയ്തു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കാരണം ഈ കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലൊരു സംഘാടക പ്രവർത്തനം നടത്തുക എന്ന വലിയ പാടാണ്. കാരണം എന്തിനും കുറ്റം പറയുന്ന, അല്ലെങ്കിൽ എന്തിനും കുറ്റപ്പെടുത്തൽ കണ്ടെത്തുന്ന ഒരു ലോകത്താണ് നമ്മളൊക്കെ ഉള്ളത്. കാരണം നമ്മളൊരു സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നായകനാവുന്നൊരു മാധവ പെണ്ണും എന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 15 ആൾക്കാർ 20 ആൾക്കാർ സ്ക്രിപ്റ്റ് വായിപ്പിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, ഇപ്പോൾ സിനിമ കാണാൻ ആരും ഉണ്ടാവില്ലല്ലോ, എത്ര ആൾക്കാരാണ്. അപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അനിൽകുമാർ അധ്യക്ഷനായി. 7ാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, KV സന്തോഷ്, KP മോഹനൻ, BRV 7ാം, ഗോപിനാഥ്, സജിത, K സുലോചന എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പഴയങ്ങാടിയുടെ ജനകീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ്. പഴയങ്ങാടിയുടെ വ്യാപാര വാണിജ്യ മേഖലയിൽ പുത്തൻ ഉണർവേകാൻ ഏഴോം ഫെസ്റ്റിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ വെച്ച് നടക്കുന്ന ഏഴോം ഫെസ്റ്റ് നാടിൻ്റെ ജനകീയ ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിസംബർ 20-നായിരുന്നു ഏഴോം ഫെസ്റ്റിൻ്റെ തുടക്കം. ഇപ്പോൾ 100 കണക്കിന് ആളുകളാണ് ഏഴോം ഫെസ്റ്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഏഴോം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി ഗോവിന്ദൻ അവർകളാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഗോപിയേട്ടാ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഏഴോം ഫെസ്റ്റ് ഇപ്പോൾ അതിൻ്റെ 8ാം ദിവസത്തിലേക്ക് ഏഴോം ഫെസ്റ്റ് ഈ ഡിസംബർ മാസം 20-ാം തീയതിയാണ് നമ്മുടെ ആദരണീയനായ സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ തമ്മിൽ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 7 ദിവസം പിന്നിട്ടപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. അതൊരു ഏഴോത്തിൻ്റെ മാത്രം ഉത്സവമല്ല, അത് സമീപ പഞ്ചായത്തുകളിലെല്ലാം പ്രത്യേകിച്ച് കല്യാശ്ശേരി മണ്ഡലത്തിലെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള സൂചനയാണ് നമുക്ക് ഈ ജനക്കൂട്ടം ഓരോ ദിവസവും ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. അവർക്കായി ഒരുക്കിയ ഈ ഇതിനുള്ളിലകത്തുള്ള വിരുന്നുകളെല്ലാം അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്, വിനോദത്തിനുണ്ട്, ഭക്ഷണത്തിനുണ്ട്, അതുപോലെ അവരുടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ സാംസ്കാരിക സായാഹ്നങ്ങളുണ്ട്. അങ്ങനെ കലാപരിപാടികൾ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. തീർച്ചയായും നമ്മുടെ നാടിന് ഒരു പഞ്ചായത്തിനപ്പുറം നമ്മുടെ നാടിന് അഭിമാനിക്കാൻ തക്ക വക നൽകുന്ന ഫെസ്റ്റ് ആയി ഇത് മാറ്റാൻ ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു അനുഭവം. തീർച്ചയായും വരും ദിവസങ്ങളിൽ ജനുവരി 7 വരെ ഇത് തുടരും. എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികൾ, വിവിധ അതിഥികൾ നമ്മുടെ ഈ ഇതിലെ തേടിയെത്തുന്നു. അതിഥികളെല്ലാം നമ്മുടെ ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ ഈ സെറ്റപ്പ് വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇനിയും അതിൻ്റെ ഭാഗമായി നമുക്ക് കൂടുതൽ ഈ 7-ാം തീയതി വരെ ഈ ജനങ്ങൾക്ക് വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും അവരുടെ വിജ്ഞാനവും വിനോദവും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉള്ള സാംസ്കാരിക സായാഹ്നങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാക്കും. അഭിനന്ദനങ്ങൾ. എന്തായാലും ഒരു ഗ്രാമപഞ്ചായത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ രീതിയിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അവരുടെ ജനപ്രതിനിധികളുണ്ട്, മറ്റ് മെമ്പർമാരുണ്ട്. ഇവരുടെയൊക്കെ കൂട്ടായ്മയിലൂടെ പഴയങ്ങാടിയിൽ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി സാധിച്ചു. പഴയങ്ങാടിയിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാരമൽ കേക്കിന്റെ രുചി പെരുമ പറയാനുണ്ട് കോത്തായ്മുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിക്ക്. കാരമൽ കേക്കിന്റെ മധുരവുമായി പുതുവർഷത്തെ വരവേൽക്കാൻ നിരവധി ആവശ്യക്കാരാണ് ഇപ്പോൾ MRSലേക്ക് എത്തുന്നത്. മധുരമൂറുന്ന കേക്ക് വൈവിധ്യങ്ങളാണ് MRS ബേക്കറിയുടെ മുഖമുദ്ര. മധുര പലഹാരങ്ങളുടെയും മറ്റു ബേക്കറി വിഭവങ്ങളുടെയും മറ്റെങ്ങും ലഭിക്കാത്ത വൈവിധ്യങ്ങൾ ഒരുക്കുന്ന MRSൽ ഇത്തവണ കൂടുതൽ പേരും ചോദിച്ചെത്തുന്നത് കാരമൽ കേക്കിനെ തന്നെയാണ്. ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് കേക്കിന്റെ സ്വാദിലും വ്യത്യാസം വരും. അതിനാൽ തന്നെ ഓരോ ആഘോഷക്കാലത്തും പുതുപുത്തൻ രുചിയിൽ കേക്കുകൾ ഒരുക്കാൻ ശ്രമിക്കാറുണ്ട് MRS. വൈറ്റ് സ്പഞ്ചിൽ ഷുഗർ സിറപ്പ് ഒഴിച്ച് കാരമൽ ക്രീം ഫിൽ ചെയ്ത് പ്രോലൈൻ ഇട്ടുകൊടുത്ത് കാരമൽ കൊണ്ട് ഗാർണിഷ് ചെയ്യുന്നതോടെ കാരമൽ കേക്ക് തയ്യാറാകും. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അതീവ രുചിയുള്ള കാരമൽ കേക്കാണ് ഇന്ന് മധുരപ്രേമികളുടെ ഫസ്റ്റ് ചോയ്സ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 42-ാം വാർഡിലെ പാടിയിൽ പ്രദേശത്ത് നഗരസഭ പണികഴിപ്പിച്ച പൊതുശ്മശാനം ഡിസംബർ 29-ന് നാടിന് സമർപ്പിക്കും. ടി.എ. മധുസൂദൻ MLA പരിപാടി ഉദ്ഘാടനം നിർവഹിക്കും.
ജാതി ശ്മശാനങ്ങൾ വ്യാപകമാകുന്ന കാലത്ത് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മൃതദേഹങ്ങൾ സംസ്കരിക്കാവുന്ന ഇടങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്ന കാഴ്ചപ്പാടിലാണ് പൊതുശ്മശാനം വിഭാവനം ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ 42-ാം വാർഡിലെ പാടിയിൽ പ്രദേശത്ത് നഗരസഭ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ ശ്മശാനം ക്രമീകരിച്ചിരിക്കുന്നത്. ജനുവരി 29 വൈകുന്നേരം 5 മണിക്ക് ടി.ഐ. മധുസൂദനൻ MLA പൊതുശ്മശാനം നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷയാകും. പാടി പ്രദേശത്ത് പൊതുശ്മശാനം എന്ന നിലയിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നതാണ് ഈ ശ്മശാനം. പക്ഷേ പരിമിതികളാൽ വലിയ നിലയിലേക്ക് പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പയ്യന്നൂർ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് 25 ലക്ഷം രൂപ നഗരസഭ ചെലവഴിച്ചാണ് ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ ആധുനിക രീതിയിലുള്ള പഴയകാല ഒരു ശ്മശാനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾക്കപ്പുറത്തേക്ക് വളരെ സൗകര്യപൂർണ്ണമായിട്ടുള്ള നല്ല അന്തരീക്ഷത്തോടു കൂടിയുള്ള ഒരു ശ്മശാനം ഇവിടെ പൊതുശ്മശാനം എന്ന നിലയിലേക്ക് പയ്യന്നൂർ നഗരസഭ പണി കഴിപ്പിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം മണിക്കിണർ സമർപ്പണം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ച മണിക്കിണറിന്റെ സമർപ്പണം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. രാവിലെ ഗണപതി ഹോമം മറ്റ് പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് മണിക്കിണർ സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. മണിക്കിണർ നിർമ്മിച്ച കുഞ്ഞികൃഷ്ണൻ മൂവാരിയെ ക്ഷേത്രം തന്ത്രി ആദരിച്ചു. ചടങ്ങിൽ ക്ഷേത്രം കോയ്മമാർ, ആചാരക്കാർ, ദേവസ്വം വികസന കമ്മിറ്റി അംഗങ്ങൾ, ബാല്യക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏഴോം ഫെസ്റ്റിലെത്തുന്നവരുടെ മനം കവരുകയാണ് റോബോട്ടിക് ആനിമലുകൾ. ഇവിടെ എത്തുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ കൗതുകമാവുകയാണ് റോബോട്ടിക് മൃഗശാല. ഏഴോം ഫെസ്റ്റിലെ മുഖ്യ ആകർഷണമാണ് റോബോട്ടിക് ആനിമലുകൾ. പ്രവേശന കവാടത്തിൽ നിന്നും നേരെ എത്തുന്നത് റോബോട്ടിക് മൃഗശാലയിലാണ്. സിംഹവും പുലിയും മാനും ജിറാഫും കാട്ടുപോത്തുമെല്ലാം ഇവിടെയുണ്ട്. നമസ്കാരം. ഏഴോം ഫെസ്റ്റ, ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ പഴയങ്ങാടിയിൽ പുരോഗമിക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ്, കാഴ്ചയുടെ ഒരു വസന്തം തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് വളരെ മനോഹരമായിട്ടുള്ള റോബോട്ടിക് ആനിമൽസിൻ്റെ പ്രദർശനമാണ്. പ്രദർശനം കാണുവാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാഴ്ചയുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്കാരം. എന്താണ് പേരെന്താ? രോഷ്നി പ്രിയ. എന്താ ജോലി ചെയ്യുന്നത്? ടീച്ചറാണ്. എവിടെയാണ് ടീച്ചർ ജോലി ചെയ്യുന്നത്? ഞാൻ ചെറുതാഴ സൗത്ത് ഗവൺമെന്റ് LP സ്കൂൾ. കുടുംബത്തോടൊപ്പമാണ് വന്നിരിക്കുന്നത്? അതെ. ആരൊക്കെയാണ്? മോളാണോ? എന്താ പേരെന്താ? റിയ ആർ കുമാർ. എവിടെ പഠിക്കുന്നത്? ചെറുതാഴ ഹയർ സെക്കൻഡറി. സാറിന്റെ പേരെന്താ? രാജ്കുമാർ. മോന്റെ പേരെന്താ? റിനോ. ഇവര് എന്തായാലും കുടുംബത്തോടൊപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഈ ക്രിസ്മസ് അവധിക്കാലം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചറും അവരുടെ കുടുംബവും എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഏഴോം ഫെസ്റ്റ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? നമുക്ക് ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെയുണ്ട്. നമ്മളെ ഏഴോം ഫെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളുടെ വെക്കേഷനാണല്ലോ ഇത് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് ലൈവായിട്ടൊരു സൂല് എത്തിയ ഒരു അനുഭവമാണ്. ഒരുപാട് മൃഗങ്ങളും ഒരുപാട് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഒരു ലൈവായിട്ട് കാണാൻ പറ്റുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇനി അകത്തോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണണം. എന്തായാലും ടീച്ചറുടെ പോലെ തന്നെ നമുക്ക് കുട്ടിയോടും അഭിപ്രായം ചോദിക്കാം. എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണിത്?
ഇവിടെ വന്നപ്പോൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ സിനിമയിൽ കണ്ടത് നേരിട്ട് കാണാൻ പറ്റിയൊരു ഫീലുണ്ട്. പിന്നെ എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സൊക്കെ ഒഴിവാക്കാൻ നല്ല എൻജോയബിൾ ആയിരുന്നു. എന്തായാലും ഈ അവധിക്കാലം നല്ലൊരു അനുഭവമാണ് ഏഴോം ഫെസ്റ്റിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത്. എന്തായാലും ഒരു മൃഗശാലയിൽ പോയ രീതിയിലുള്ള അനുഭവമാണ് ഇവിടെ എത്തുന്നവർക്ക് ഏഴോം ഫെസ്റ്റ് സമ്മാനിക്കുന്നത്. വളരെ കൂടുതൽ ആളുകളാണ് ഇവിടെ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് വളരെയേറെ കൗതുകമാവുകയാണ് ഈ മൃഗശാലയിൽ നിന്നും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പ് കൂക്കാനം ഗവൺമെന്റ് UP സ്കൂളിൽ പുരോഗമിക്കുന്നു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത്. ഡിസംബർ 26-ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ വിദ്യാർത്ഥികൾ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. കൂളിപ്പാറ ജനകീയ ശ്മശാന പരിസരം സൗന്ദര്യവൽക്കരിച്ച് വളണ്ടിയർമാർ മനോഹരമാക്കി. വയലറിവ് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ കർഷകർക്കൊപ്പം കരിവള്ളൂരിൻ്റെ നെല്ലറയായ കോട്ടൂർ പാടശേഖരം സന്ദർശിച്ചു. പരിപാടിക്ക് M. ശശിമോഹൻ, കാന ഗോവിന്ദൻ, NV കുഞ്ഞിരാമൻ, K. കണ്ണൻ, രാജേഷ്, P. ചന്ദ്രൻ മാസ്റ്റർ, K. കൃഷ്ണൻ, കരിമ്പിൽ വിജയൻ, പ്രഭാത് കുമാർ, K. അജേഷ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കർമ്മ പരിപാടികളും കലാപരിപാടികളുമായി ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ കൂക്കാനം ഗ്രാമോത്സവമായി മാറിക്കഴിഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. CRM ഷട്ടിൽ അക്കാദമിയുടെ പ്രഥമ അണ്ടർ 13, അണ്ടർ 15 വിഭാഗത്തിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഷട്ടിൽ ടൂർണമെന്റ് CRM ഷട്ടിൽ അക്കാദമിയിൽ നടന്നു. മത്സര വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റും മറ്റ് സമ്മാനങ്ങളും കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KG വത്സലകുമാരി വിതരണം ചെയ്തു. CRM ഷട്ടിൽ അക്കാദമിയുടെ പ്രഥമ അണ്ടർ 13, അണ്ടർ 15 വിഭാഗത്തിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഷട്ടിൽ ടൂർണമെന്റ് CRM ഷട്ടിൽ അക്കാദമിയിൽ നടന്നു. 75ഓളം ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ അണ്ടർ 13 സിംഗിൾസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അലൻദേവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സാൻവിയയും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. അണ്ടർ 13 ഡബിൾസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അപൂർവ അലൻദേവ് സഖ്യവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നന്ദിത സാൻവിയ സഖ്യവും ഒന്നാം സ്ഥാനം നേടി. അണ്ടർ 15 സിംഗിൾസ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ചേതനും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ നിഹാര ബിനീഷും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. അണ്ടർ 15 ഡബിൾസ് വിഭാഗത്തിൽ ആൺകുട്ടികളിൽ അനിർവേദ നിഹാർ സഖ്യവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സാന്റുത കീർത്തന സഖ്യവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. മത്സര വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും മറ്റ് സമ്മാനങ്ങളും കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KG വത്സലകുമാരി വിതരണം ചെയ്തു. ചടങ്ങിൽ CRM ഡയറക്ടർ രാജേന്ദ്രൻ PV, A. മുകുന്ദൻ, കമലേഷ് ചന്ദ്രകീർത്തി, മുഖ്യപരിശീലകൻ നിതുൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സെഞ്ചുറി കോറം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ ഹർഷ ഗംഗാധരൻ ക്ലാസ് എടുത്തു. സെഞ്ചുറി കോറം വനിതാവേദി, കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയും സംയുക്തമായി സ്തനാർബുദ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കോറം മുക്കോത്തടം LP സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി മുക്കോത്തടം LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് KV സാവിത്രി ഉദ്ഘാടനം ചെയ്തു. സെഞ്ചുറി വനിതാവേദി പ്രസിഡന്റ് PK സുഭദ്ര അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ ക്ലാസ് എടുത്തു. K. ആശ, MV ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ കളിക്കാരനും പയ്യന്നൂർ കോളേജ് ഫുട്ബോൾ ടീം മുൻ ഗോൾ കീപ്പറുമായിരുന്ന തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ കാര്യത്ത് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവം. വധശ്രമത്തിന് 3 പേരെ ചന്ദര പോലീസ് അറസ്റ്റ് ചെയ്തു. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ട മഹോത്സവം 2024 ജനുവരി 8 മുതൽ 11 വരെ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടകർ. മുന്നോടിയായുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഈ മാസം 31 നടക്കും. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം P. ജയരാജൻ നിർവഹിച്ചു. എല്ലാ കിടപ്പ് രോഗികൾക്കും ഫിസിയോതെറാപ്പി സൗകര്യം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് IRPC എന്നും P. ജയരാജൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനാഘോഷം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഉളിയത്ത് കടവിൽ നിന്നും ജന്മദിന സന്ദേശയാത്ര DCC സെക്രട്ടറി MK രാജൻ ഉദ്ഘാടനം ചെയ്തു.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.